ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നിൻ്റെ സുവിശേഷ ഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 38-44 തിരുവചനങ്ങൾ. ഈശോ സൗഖ്യം നൽകുന്നവനാണ്. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മാത്രം സൗഖ്യം നേടുന്നവർ. യേശു സിനഗോഗിൽ പ്രസംഗിച്ചതിന് ശേഷം പത്രോസിൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടന്നിരുന്നതുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പനി വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു. 2019 ജെറുസലേം ഇസ്രായേൽ സന്ദർശനത്തിൽ ഈശോ പത്രോസിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന ആ ഭവനം യേശു സ്ഥിരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളും, കൂടാരം മാത്രം മാറി ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ പത്രോസിൻ്റെ ഭവനവും. അപ്പോൾ ദൈവത്തിൻ്റെ പാദമുദ്ര പതിച്ച ആ പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിച്ചു. ഇതൊരു സങ്കല്പമല്ല, മറിച്ച് ദൈവം തന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സഞ്ചരിച്ച ആ മേഖലകൾ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോഴുണ്ടാവുന്ന ആ ഒരു പുത്തൻ ഉണർവ്, ദൈവം ഈശോ മിശിഹ ഇവിടെയാണല്ലോ നിന്നിരുന്നത്. നമ്മൾ എത്രയോ മഹത് വ്യക്തികളെക്കുറിച്ച് കേൾക്കുമ്പോൾ, നമ്മുടെ സഭ മാർപ്പാപ്പമാരെക്കുറിച്ച്, പരിശുദ്ധ പിതാക്കന്മാരെക്കുറിച്ച്, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ വ്യക്തി നിന്നിരുന്ന സ്ഥലമാണല്ലോ എന്ന്. അപ്പോൾ ഇതാണ് ദൈവം നമ്മൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി തരുമ്പോൾ നമ്മളതിനെ കൈനീട്ടി സ്വീകരിക്കുക. ഈശോ പല മേഖലകളിലും കടന്നു ചെന്ന് അവിടുത്തെ സ്പർശനത്തിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ആളുകൾക്ക് ഈശോ സൗഖ്യം നൽകി. ഈശോ പറഞ്ഞു, ഞാൻ ഇവിടെ മാത്രമല്ല മറ്റു പട്ടണങ്ങളിൽ ഞാൻ കടന്നു ചെന്ന് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെയാണ് സൗഖ്യം സംഭവിക്കുക. പ്രിയമുള്ളവർ, നമ്മുടെ ആത്മവിശുദ്ധിക്ക് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മെ നേരിട്ട് വിശുദ്ധ കുർബാന വഴി നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ആമേൻ.